തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ മിന്നിത്തിളങ്ങി നിന്ന താരമാണ് രമ്യ കൃഷ്ണൻ. സാക്ഷാൽ രജനീകാന്തിനൊപ്പം സ്ക്രീൻ പങ്കിടാനും ഒരേപോലെ കയ്യടി നേടാനും മറ്റൊരു നടിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. തമിഴ് ചിത്രമായ പടയപ്പയിൽ തമിഴ് മന്നനെ വരെ സൈഡിലാക്കി ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ രമ്യ കൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ സിനിമാ ലോകത്ത് ഇന്നും വളരെ സജീവമായി രമ്യ കൃഷ്ണൻ മുൻനിരയിൽ തന്നെയുണ്ട്. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടിയാണ് രമ്യ കൃഷ്ണൻ. 1983 പുറത്തിറങ്ങിയ വെള്ളൈ മനസ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു രമ്യ കൃഷ്ണന്റെ അരങ്ങേറ്റം. പിന്നീട് 1986 പുറത്തിറങ്ങിയ മലയാള ചിത്രമായ പുലരുമ്പോൾ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. അതേ വർഷം തന്നെ ഇറങ്ങിയ ഭലേ മൃദുലു എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു. നടിയുടെ ആദ്യ കന്നഡ സിനിമ കൃഷ്ണ രുക്മിണിയായിരുന്നു. യാഷ് ചോപ്ര പരമ്പരയിലൂടെയാണ് രമ്യ കൃഷ്ണൻ ബോളിവുഡിലേക്ക് എത്തുന്നത്. ഒരേ സമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം സജീവമായിരുന്നു രമ്യ കൃഷ്ണൻ. മുൻനിര നായകന്മാരുടെ നായികയായി എല്ലാ ഭാഷകളിലും രമ്യ തിളങ്ങി. 40 വർഷം നീണ്ടുകിടക്കുന്ന സിനിമാ കരിയറുള്ള ആളാണ് രമ്യ. നടി തന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന അതേ പ്രാധാന്യം നഷ്ടപ്പെടാതെ നിലനിർത്തുന്നത് അസാധാരണമാണ്. പടയപ്പ മുതൽ ബാഹുബലി വരെയും ആര്യൻ മുതൽ സൂപ്പർ ഡീലക്സ് വരെയും നീണ്ടു നിൽക്കുന്ന ആ കരിയർ സമാനതകളില്ലാത്തതാണ്. ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെക്കാളുപരി തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലും നടി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു രമ്യയുടെയും KS രവികുമാറിന്റെയും പ്രണയം. KS രവികുമാർ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ പടയപ്പയുടെ സമയത്താണ് രമ്യയും രവികുമാറും സുഹൃത്തുക്കളാകുന്നത്. നടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു പടയപ്പയിലെ നീലാംബരി. പിന്നീട് പാട്ടാലി, പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലൂടെയും ഇരുവരും ഒന്നിച്ചു പ്രവർത്തിച്ചു. വൈകാതെ തന്നെ ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം രവികുമാർ വിവാഹിതനായിരുന്നു. ഇരുവരുടെയും പ്രണയ വാർത്ത വളരെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. ഇതിനിടെ രമ്യ കൃഷ്ണൻ ഗർഭിണിയാണെന്നും നടി ഗർഭിണിയായെ തുടർന്ന് ആ ബന്ധം രവികുമാർ അവസാനിപ്പിച്ചു എന്നുമുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ രമ്യ ഗർഭം അലസിപ്പിക്കാനായി 75 ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടതായും ഈ തുക അദ്ദേഹം നൽകിയതിനു ശേഷം രമ്യ ഗർഭചിത്രം നടത്തി എന്നായിരുന്നു സിനിമാ ലോകം അന്നുകണ്ട ഏറ്റവും വലിയ ഗോസിപ്പ്. എന്നാൽ ഈ ഗോസിപ്പുകളൊന്നും തന്നെ രമ്യയുടെയും രവികുമാറിന്റെയും കരിയറിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായത്. ഇരുവരുടെയും പ്രണയ തകർച്ചയ്ക്ക് ശേഷം രമ്യ സംവിധായകനായ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാവുകയായിരുന്നു. ഇരുവരും 2003 വിവാഹിതരാവുകയും 2005 ഇരുവർക്കും ഒരു ആൺമകൻ ജനിക്കുകയും ചെയ്തു.